ഒട്ടുമിക്ക മമ്മൂട്ടി ആരാധകരുടെയും ഇഷ്ടചിത്രങ്ങളുടെ പട്ടികയിൽ എന്നും ഒന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് ദി കിങ്. രഞ്ജി പണിക്കരുടെ തൂലികയിൽ ഷാജി കൈലാസ് മെഗാസ്റ്റാർ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമ ഇന്നും ആളുകൾ ആവർത്തിച്ചു കാണുന്ന ചിത്രം കൂടിയാണ്. 1995 പിറന്ന സിനിമ അന്ന് ബോക്സ് ഓഫീസ് ഇളക്കി മറിച്ചിരുന്നു. ഇടത്തെ കൈകൊണ്ട് പുറകിലെ മുടി വകഞ്ഞു മാറ്റുന്ന മമ്മൂട്ടി കഥാപാത്രത്തിന്റെ മാനറിസം അനുകരിക്കാത്ത ചെറുപ്പക്കാർ അന്ന് കുറവായിരുന്നു. ആ കഥാപാത്രത്തിന് അങ്ങനൊരു ചേഷ്ട നൽകാമെന്ന് പറഞ്ഞത് സംവിധായകൻ ഷാജി കൈലാസ് ആണെന്നും തനിക്ക് അതിനോട് യോജിപ്പില്ലായിരുന്നുവെന്നും പറയുകയാണിപ്പോൾ രഞ്ജി പണിക്കർ. അങ്ങനൊരു ചേഷ്ട ഒരു കളക്ടർ കഥാപാത്രത്തിന് സങ്കല്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ലെന്നും, പക്ഷേ സംവിധായകൻ പറഞ്ഞതുപോലെ ആ മാനറിസം തിയേറ്ററിൽ ഭയങ്കര തരംഗമായി മാറിയെന്നും രഞ്ജി പണിക്കർ പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജോസഫ് അലക്സ് എന്ന കഥാപാത്രം ഒരു ഐഡിയലിസ്റ്റിക് കഥാപാത്രമാണ്. ഞാൻ ആ കഥാപാത്രത്തെക്കുറിച്ച് എഴുതുമ്പോഴും അയാൾ ഒരു കളക്ടറാണെങ്കിലും അയാൾ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ പ്രതിയാവുകയും അച്ഛന്റെ സ്വാധീനം കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്ത കഥാപാത്രമാണ്. അതുകൊണ്ട് തന്നെ ജോസഫ് അലക്സ് എന്ന കഥാപാത്രം ഇടത്തെ കൈകൊണ്ട് പുറകിലെ മുടി വകഞ്ഞു മാറ്റുന്ന ചേഷ്ട എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. ആ ചേഷ്ട ആ കഥാപാത്രത്തിന് വേണമെന്നത് ഷാജിയുടെ സജഷനായിരുന്നു. അവനത് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായ വഴക്കുണ്ടാക്കി. ജോസഫ് അലക്സ് എന്ന കഥാപാത്രം അത് ചെയ്യില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒടുവിൽ ഷാജി കൈലാസിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ ചേഷ്ട മമ്മൂട്ടിയുടെ കളക്ടർ കഥാപാത്രത്തിന് നൽകിയത്. പക്ഷേ ഷാജി പറഞ്ഞതുപോലെ ആ മാനറിസം തിയേറ്ററിൽ തരംഗമായി മാറി. സിനിമയിൽ ഉടനീളം മമ്മൂട്ടിയുടേത് അതിശയിപ്പിക്കുന്ന സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. മമ്മൂട്ടി ഇതുവരെ അവതരിപ്പിച്ചതിൽ ഏറ്റവും സുന്ദരനായ കഥാപാത്രവും ജോസഫ് അലക്സ് ആണ്. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ കണ്ട ആ ട്രെൻഡിൽ മുടിവെട്ടിയ ചെറുപ്പക്കാർ വരെയുണ്ട്. പലരും ജോസഫ് അലക്സിന്റെ മാനറിസം അക്കാലത്ത് അനുകരിക്കാറുമുണ്ടായിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.